കുവൈറ്റ് തീപിടുത്തത്തിൽ 5 മലയാളികൾക്ക് ദാരുണാന്ത്യം. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചത്. ഇവരുടെ മരണം സ്ഥിരീകരിച്ചു. കൂടുതൽ മലയാളികൾ അപകടത്തിൽപ്പെട്ടതായും കാണാതായതായും റിപ്പോർട്ടുണ്ട്. അറിഞ്ഞത് അപകടം ഉണ്ടായത് അവിടെ കമ്പനിയിലാണോ? കമ്പനിയിൽ നിന്ന് നമ്മൾ നേരിട്ട് വിളിച്ച് വിവരം അറിയിച്ചതോ അതോ അറിഞ്ഞത്? വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ ചേരുന്നുണ്ട്. ഷമീർ, അതീവ ദാരുണകരമായ സംഭവം കഴിഞ്ഞിരിക്കുന്നു. കൊല്ലത്ത് നിന്നുള്ള സ്വദേശികൾ ആരൊക്കെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ. ഈ മരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം കൊല്ലം സ്വദേശി ഷമീറിന്റെ മരണമാണ് ആദ്യം സ്ഥിരീകരിച്ചത്. ആനേടി സ്വദേശിയാണ് ഷമീറിന്റെ സ്വദേശം കൊല്ലം ഓയൂരാണ്. ഷമീറിന്റെ മരണവിവരമാണ് ആദ്യം സ്ഥിരീകരിച്ചെങ്കിൽ ഇപ്പോൾ വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, അതുപോലെ പുനലൂർ സ്വദേശി പുനലൂർ നരീക്കൽ സ്വദേശി സാജൻ ജോർജ് എന്നിവരുടെ മരണവിവരമാണ് പുറത്തു വരുന്നത്. ഈ രണ്ടുപേരുടെയും മരണവിവരം ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുണ്ട്. എന്നാലും ഇപ്പോൾ കുവൈറ്റ് മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഈ 2 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. കൊല്ലം സ്വദേശികളായ 3 പേർ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. ഇവരുടെ മൃതദേഹങ്ങൾ, ഇപ്പോൾ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലെത്തിയാൽ മാത്രമേ അതിനൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ ദുരന്തത്തിൽ 49 പേർക്കാണ് ഈ വലിയ രീതിയിൽ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ആളുകളെ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഫ്ളാറ്റിൽ, അതായത് മംഗഫിലെ ഈ ഫ്ളാറ്റിൽ ഏതാണ്ട് 100-ലധികം ആളുകൾ താമസിച്ചിരുന്നു. അതിൽ ഭൂരിപക്ഷം ആളുകളും ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരിൽ പലരും മലയാളികളായിട്ടുണ്ട്. മലയാളികളാണ് ഭൂരിപക്ഷം ഉള്ളത്. ആ മലയാളികളായിട്ടുള്ള ആളുകളെ ഇപ്പോഴും തിരിച്ചറിയാനുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും പുറത്തുവിടുന്നുണ്ട്. എന്തായാലും 3 ആശുപത്രികളിൽ നിന്നാണ് മലയാളികൾ ഇപ്പോൾ ഉള്ളത്. മൃതദേഹങ്ങളുള്ളത് 21 പേരുടെ മൃതദേഹങ്ങളുള്ളത് ഈ മംഗഫിനടുത്തുള്ള ഒരു ആശുപത്രിയിലാണ് മൃതദേഹങ്ങളുള്ളത്. എന്തായാലും ഇവരുടെ ലേബർ ID കാർഡ് ഉപയോഗിച്ചുള്ള തിരിച്ചറിയൽ പരേഡിലാണ് ഇത്തരത്തിൽ ആളുകളെ തിരിച്ചറിയുന്നത്. എന്തായാലും കൊല്ലത്ത് 3 പേർ മരിച്ചു എന്നുള്ള വിവരമാണ്, അത്യധികം സങ്കടകരമായ വിവരമാണ് പുറത്തു വരുന്നത്. ഇനിയും വളരെ ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾ കുവൈറ്റിലെ 3 ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് മംഗഫിലെ ഈ ഫ്ളാറ്റിന് അടിയിൽ സൂക്ഷിച്ചിരുന്ന, ഏറ്റവും അടിവശത്തെ ഫ്ലോറിൽ സൂക്ഷിച്ചിരുന്ന പാചകവാത സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് ഇത്ര വലിയ ദുരന്തമുണ്ടായത്. പലരും ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ഈ അപകടം, തീപിടുത്തം വലിയ രീതിയിൽ ഉണ്ടായതോടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും മറ്റും പലരും താഴേക്കെടുത്ത് ചാടിയും അന്ത്യം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഇന്ത്യക്കാർ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ടവരിൽ ഭൂരിപക്ഷം ആളുകളും ഇന്ത്യക്കാരാണ്. ഇവരെ എല്ലാം തിരിച്ചറിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കുവൈറ്റിൽ നടന്നു വരുന്നത്. എന്തായാലും ഇന്ത്യൻ വിദേശകാര്യ ഷമീർ, മരിച്ച ആൾക്കാർക്ക് അവരുടെ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെടാൻ, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്ക് അവരിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടത്തിന്റെ രൂക്ഷത ഉയരുന്ന മരണകാരണം, അതുപോലെ അപകടത്തിന്റെ ഒരു വ്യാപ്തി കൂടുന്നതനുസരിച്ച് ഇന്ത്യൻ എംബസി ഒരു ഹോട്ട്ലൈൻ നമ്പർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്പറിലേക്ക് വിളിക്കുന്നവർക്ക്, അത് നമ്മൾ സ്ക്രീനിൽ ആ നമ്പർ കാണിക്കുന്നുമുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുന്നവർക്ക് ഇന്ത്യൻ എംബസി കൃത്യമായ വിവരങ്ങൾ നൽകും. അതുകൊണ്ട് അസ്വാഭാവികമായും ആരെങ്കിലും കാണാതാകുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ കാണാതാകുന്നവരെ കുറിച്ച് വളരെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ മറ്റാരും സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെക്കരുത് എന്നും കൂടി ഇന്ത്യൻ എംബസി പറയുന്നുണ്ട്. എല്ലാവരെയും കണ്ടെത്തും വരെ ക്ഷമിക്കുക എന്നാണ് ഇന്ത്യൻ എംബസി പറയുന്നത്. എന്തായാലും ആ തിരച്ചിൽ, പുലർച്ചെ ആരംഭിച്ച തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 7 നിലയുള്ള ഒരു കെട്ടിടമാണ്. കെട്ടിടം മൊത്തം അഗ്നി ബാധിച്ചിരിക്കുന്നു. പലരെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് പലരെയും തിരിച്ചറിയാൻ കഴിയാതുള്ളത്. അതുപോലെ കാണാതായ ആളുകൾ പലരും 100-ലധികം പേരെന്ന് പറയുമ്പോൾ പലരും പല ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക, കാത്തിരിക്കുക എന്നാണ് എംബസി അറിയിക്കുന്നത്. അതുകൊണ്ട് അത്തരം സന്ദേശങ്ങൾ, അതായത് ആളുകളെ പേടിപ്പെടുന്ന തരത്തിലുള്ള, കാണാതായ ആളുകളെ കുറിച്ച് പേടിപ്പെടുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി ആരും പങ്കുവെക്കരുതെന്ന് കൂടി ഇന്ത്യൻ എംബസി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി ഷമീർ, കൊല്ലത്ത് നിന്നും ഷമീറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പത്തനംതിട്ടയിൽ നിന്നും ഹാൻസും ചേരുന്നുണ്ട്. ഹാൻസ്, പത്തനംതിട്ട സ്വദേശികളും
ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു? പത്തനംതിട്ടയിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാമോ? ഇന്ന് ഉണ്ടായ കുവൈറ്റ് തീപിടുത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 3 പേരാണ് ഇതുവരെ മരണപ്പെട്ടിരിക്കുന്നത്. പന്തളം സ്വദേശി ആകാശ്, കോന്നി സ്വദേശി തജു വർഗീസ്, വാഴമുട്ടം സ്വദേശി മുരളീധരൻ എന്നിവരാണ് മരണപ്പെട്ടത്. ഇതിൽ ആകാശ് 8 വർഷമായി പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് നാട്ടിൽ വന്ന് 1.5 വർഷം കഴിയുന്നതേ ഉള്ളൂ. അവിവാഹിതനായ ആകാശ് ഓണത്തിന് നാട്ടിലേക്ക് വരാനിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നത്. കോന്നി സ്വദേശി തജു വർഗീസും വാഴമുട്ടം സ്വദേശി മുരളീധരനും വർഷങ്ങളായി പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട്. ഇരുവരും ഒരേ റൂമിലായിരുന്നു താമസം. ഇവരുടെ കൂടെ താമസമുണ്ടായിരുന്ന കറുകച്ചാൽ സ്വദേശി ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വിവാഹിതരായ സജുവിനും മുരളീധരനും 2 മക്കളാണുള്ളത്. ഇതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ. ശരി ഹാൻസ്, പത്തനംതിട്ടയിൽ നിന്നും 2 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. കോട്ടയത്ത് നിന്ന് ഗോകുലും ചേരുന്നുണ്ട്. ഗോകുൽ, കോട്ടയത്ത് നിന്നും ആരൊക്കെയാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഏറെ ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തിൽ ഒരു കോട്ടയം സ്വദേശിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കോട്ടയം പാമ്പാടി സ്വദേശിയായിട്ടുള്ള സ്റ്റെഫിൻ എബ്രഹാം സാബു എന്ന് പറയുന്ന യുവാവാണ് അത്തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. 29 വയസ്സ് മാത്രം ഉള്ള ഒരു യുവാവാണ്. എഞ്ചിനീയർ ആയിരുന്നു. കുവൈറ്റിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തു വരികയാണ് ഇത്തരത്തിൽ ഈ ഒരു ദുരന്തത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത്. പാമ്പാടിയിലെ വിശ്വഭാരതി കോളേജിന് സമീപം തന്നെ വാടക വീട്ടിലായിരുന്നു നിലവിൽ സ്റ്റെഫിനും കുടുംബവും താമസിച്ചിരുന്നത്. നിലവിൽ സ്റ്റെഫിൻ കഴിഞ്ഞ കൊറോണ സമയത്താണ് വിദേശത്തേക്ക് ജോലി തേടി പോയത്. അതിനുശേഷം ഈ ഓണത്തോടുകൂടി നാട്ടിലേക്ക് അവധിക്ക് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന ദാരുണ സംഭവം ഉണ്ടായത്. നിലവിൽ ഈ സ്റ്റെഫിന്റെ പിതാവ് ഒരു ക്യാൻസർ രോഗിയാണ്. രോഗം മൂർച്ഛിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് സ്റ്റെഫിന്റെ അച്ഛൻ എന്ന് പറയുന്നത്, സ്റ്റീവ് എബ്രഹാം എന്ന് പറയുന്ന ആള്. അതോടൊപ്പം തന്നെ 2 അമ്മയുണ്ട്, 2 സഹോദരന്മാരും സ്റ്റെഫിനുണ്ട്. 2 സഹോദരന്മാരും വിദേശത്ത് തന്നെയാണ്. ഏറ്റവും ഇളയ സഹോദരൻ കുവൈറ്റിൽ തന്നെയാണുള്ളത്. ഒപ്പം 2ാമത്തെ സഹോദരൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. ഇവർ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സഹോദരൻ കുവൈറ്റിൽ തന്നെ ഉള്ളത് ഈ കുടുംബത്തിനേറെ ആശ്വാസമായിട്ടുണ്ട്. നിലവിൽ മറ്റു തുടർ നടപടികളൊക്കെ ഈ സഹോദരൻ മുഖേനയാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്റ്റെഫിൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ടൊരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാമ്പാടിയിൽ തന്നെ. അതിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഈ ഓണത്തോടുകൂടി സ്റ്റെഫിൻ നാട്ടിലെത്തുമ്പോൾ അതിന്റെ ഗൃഹപ്രവേശനം നടത്താനൊക്കെ തന്നെ പദ്ധതി ഇട്ടിരുന്നതാണ്. അപ്പോഴേക്കുമാണ് ഇത്തരത്തിലൊരു സംഭവം, വളരെ ഞെട്ടിക്കുന്ന തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം നടന്ന് ഏറെ മണിക്കൂറുകളോളം ഇവരുടെ കുടുംബത്തെ വിവരം അറിയിച്ചിരുന്നില്ല. അതിനുശേഷം ഇവരുടെ സമുദായ അംഗങ്ങൾ ചേർന്ന് കുടുംബത്തെ വിവരം അറിയിക്കുകയായിരുന്നു. കാണാതായി എന്ന തരത്തിലൊക്കെ ആയിരുന്നു ആദ്യം കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി വിവരങ്ങൾ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വാർത്തകളൊക്കെ വന്നതിന് ശേഷം അത് കുടുംബത്തെ അറിയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതീവ ഒരു ദുഃഖിതാവസ്ഥയിൽ തന്നെയാണ് കുടുംബവും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ തന്നെ ഉള്ളത്. ഇതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാവും എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു നാടിനെ മുഴുവൻ നടുക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. കേവലം 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ് ഇത്തരത്തിൽ ഈ ഒരു ദുരന്തത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ശരി ഗോകുൽ, കോട്ടയത്ത് നിന്നും ഉള്ള വിശദാംശങ്ങളാണ് നൽകിയത്. കാസർഗോഡ് നിന്ന് നിഖിലും ചേരുന്നുണ്ട്. നിഖിൽ, കാസർഗോഡ് നിന്നും 2 പേർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് നിഖിലിന് പങ്കുവെക്കുവാനുള്ള കാര്യങ്ങൾ? തീർച്ചയായും അതിദാരുണമായ ഈ ഒരു അപകടത്തിൽ 2 കാസർഗോഡ് സ്വദേശികൾ മരിച്ചതായാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം. തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശിയായ കേളു പൊന്മലേരി NBTC ഗ്രൂപ്പിലെ പ്രൊഡക്ഷൻ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന കേളു പൊന്മലേരി മരിച്ചു എന്ന വിവരമാണ് ഒന്ന് ലഭിക്കുന്നത്. മറ്റൊന്ന് ചെർക്കള കുണ്ടടുക്കം സ്വദേശിയായ രഞ്ജിത്ത് ഇപ്പോൾ അവിടെ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത് മരിച്ച വിവരവും നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇരുവരുടെയും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും മറ്റുള്ളവരും ഈ കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. ഏതായാലും നിലവിൽ ഈ 2 വീടുകളിലും അറിയിച്ചില്ലെങ്കിൽ പോലും ബന്ധുക്കളെയും മറ്റാളുകളെയും ഒക്കെ ഈ മരണവിവരം അറിയിച്ചിട്ടുണ്ട്. നാളെ രാവിലെയോടുകൂടി 2 പേരുടെയും വീടുകളിൽ ഈ മരണവിവരം അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രഞ്ജിത്ത് 10 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്ത് വരികയാണ്. നേരത്തെ മെക്കാനിക്കായി ജോലി ചെയ്തിരുന്നു. പിന്നീട് അക്കൗണ്ടന്റായി ജോലിയിലേക്ക് മാറുകയായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശിയായ കേളു പൊന്മലേരിയുടെ ഭാര്യ KN രമണി പിലിക്കോട് പഞ്ചായത്തിലെ ജീവനക്കാരിയാണ്. 2 ആൺമക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. അതിൽ ഒരാൾ വിദ്യാർത്ഥിയും മറ്റേയാൾ ഒരു ജോലിയിൽ പ്രവേശിച്ചിട്ടുമുണ്ട്.
ഏതായാലും അതീവ ദുഃഖകരമായ വാർത്ത തന്നെയാണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് വരുന്നത്. 2 പേരുടെ മരണമാണ്, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 2 പേരുടെ മരണമാണ് ഈ ഒരു അപകടത്തെ തുടർന്ന് സംഭവിച്ചിരിക്കുന്നത്. ശരി നിഖിൽ, ഒന്നുകൂടി അവരുടെ പറയൂ. പേരുകൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ തൃക്കരിപ്പൂർ എളമ്പറ്റി സ്വദേശി കേളു പൊന്മലേരി, ഒപ്പം തന്നെ ചെർക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചതായി കാസർഗോഡ് ജില്ലയിൽ നിന്ന് മരിച്ചതായുള്ള വിവരം ലഭിക്കുന്നത്. സംഗീത. ശരി നിഖിൽ, അതീവ ദാരുണകരമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. കൊല്ലം സ്വദേശികളായ ഷമീർ ലൂക്കോസ്, സാജൻ ജോർജ്, പത്തനംതിട്ട സ്വദേശികളായ ആകാശ് എസ് നായർ, മുരളീധരൻ, സജു വർഗീസ്, കോട്ടയം സ്വദേശിയായ സ്റ്റെഫിൻ എബ്രഹാം സാബു, കാസർഗോഡ് സ്വദേശികളായ രജിത്ത്, കേളു പൊന്മേലി എന്നിവരാണ് മരണപ്പെട്ടത്. അപകടത്തിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. കുവൈറ്റിൽ നിന്നും അനിൽ പി അലക്സ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇനി കാണാം. കുവൈറ്റിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞത് 49 പേരാണെന്ന് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആഭ്യന്തര മന്ത്രാലയ ഇൻഫർമേഷൻ ഡയറക്ടർ മേജർ ജനറൽ നാസർ അബു ആണ് 49 പേരുടെ ദാരുണ മരണം സംബന്ധിച്ച പ്രസ്താവന ഇറക്കിയത്. പ്രാഥമിക വിവരപ്രകാരം മരണമടഞ്ഞവരിൽ 21-ലധികം ഇന്ത്യക്കാരുണ്ടെന്നാണ് റിപ്പോർട്ടുള്ളത്. 10-ലധികം മലയാളികളുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൂടാതെ ചില മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. മരിച്ചവരിൽ കൊല്ലം ഓയൂർ സ്വദേശിയായ ഉമറുദ്ദീൻ ഷമീറിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 33-കാരനായ ഉമറുദ്ദീൻ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. മംഗഫ് ബ്ലോക്ക് 4-ൽ NBTC കമ്പനിയുടെ ക്യാമ്പ് നമ്പർ 4-ലാണ് അപകടം നടന്നത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ എത്തിയ അഗ്നിശമന സേനയുടെ പ്രവർത്തനം വൈകുന്നേരം 4 മണിക്കാണ് അവസാനിച്ചത്. പുക കാരണം 6 നിലകളിലേക്ക് കടക്കുവാൻ പെടുന്നതിന് കഴിഞ്ഞിരുന്നില്ല. ഓരോ നിലകളിലുമായി നിന്ന് വൈകുന്നേരം 4 മണിക്കാണ് അവസാന മൃതദേഹവും ആംബുലൻസിലേക്ക് കയറ്റിയത്. അഗ്നിശമന സേനയുടെ കണക്കനുസരിച്ച് 40-ലധികം മൃതദേഹങ്ങൾ സംഭവ സ്ഥലത്ത് നിന്ന് എടുത്തതായി കുവൈറ്റ് ഫയർ സർവീസ് വിഭാഗം PRO അലി ഖ്വാലി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. NBTC കമ്പനിയുടെയും സഹസ്ഥാപനമായ ഹൈവേ സെന്ററിന്റെയും ഉൾപ്പെടെ 195 ജീവനക്കാരായിരുന്നു ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത്. പരിക്കേറ്റവരെ രാജ്യത്തെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മൃതദേഹങ്ങൾ ദജീജ് മോർച്ചറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ താമസിച്ചിരുന്ന മറ്റുള്ളവരെ മംഗഫിലെ തന്നെ കമ്പനിയുടെ ക്യാമ്പ് നമ്പർ 13-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവരിൽ ചിലരെ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി CID വിഭാഗം ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുമുണ്ട്. 1-ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ വകുപ്പ് മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് സംഭവത്തിൽ ശക്തമായ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയും അദ്ദേഹം സ്വീകരിച്ചു. മംഗഫ് പ്രദേശം ഉൾപ്പെടുന്ന അൽ അഹമ്മദിയുടെ ഗവർണർ, സമീപ പ്രദേശത്തെ മുബാറക് അൽ കബീറിലെ ഗവർണർ, കൂടാതെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സ്വൈക്ക അടക്കമുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ, കിരീടാവകാശി ഷെയ്ഖ് സബ ഖാലിദ് അൽ അഹമ്മദ് അൽ സബ, പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബായും അനുശോചിച്ചിട്ടുണ്ട്. കുവൈറ്റ് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ അപകടമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവശ്യപ്രകാരം വിദേശകാര്യ സഹമന്ത്രി KV സിംഗ് കുവൈറ്റിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. അനിൽ പി അലക്സ്, ന്യൂസ് മലയാളം, കുവൈറ്റ്. മരണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട മലയാളികളുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. പ്രാഥമിക 4:30 സൗണ്ട് കേട്ട് എണീറ്റതാണ്. അപ്പോൾ പുറത്തേക്ക് ഡോറ് തുറന്നിറങ്ങിയപ്പോൾ ഫുള്ള് പോകാം. സ്റ്റെപ്പ് വഴി ഓടാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. തിരിച്ച് റൂമിലേക്ക് കയറി ഗ്ലാസ് തുറച്ച് പുറത്തേക്ക് ചാടി. അങ്ങനെ വന്ന ആശുപത്രി പോയിട്ട് വന്നല്ലേ? 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പുകയും വെള്ളമെല്ലാം അവിടെ കിട്ട് ഹാള് തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര പുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വിൻഡോ തുറന്ന് അന്നേരം അവിടെ പുകയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ AC-യുടെ നെറ്റ് വഴി പുറത്തിയാടി. നെറ്റിൻ്റെ മണ്ടയ്ക്ക് ചാടി. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ളവരും സെക്കൻഡ് ഫ്ലോറിലുള്ളവരും നെറ്റ് വഴി കുറേ പേര് ചാടി. ബാക്കി ആർക്കും രക്ഷപ്പെടാൻ പറ്റിയില്ല. സ്റ്റെപ്പിൽ കൂടെ പോയവരാണ് കൂടുതൽ അപകടം പെട്ടിരിക്കുന്നത്. അപകടത്തിൽ പെട്ടത് സ്റ്റെപ്പ് വഴി പോയിട്ട് ശ്വാസം കിട്ടിയില്ല. അങ്ങനെ കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്നത്.